മലപ്പുറം അങ്ങാടിപ്പുറം പാലത്തിൽ ബസ് കുടുങ്ങി. ബസിന്റെ മുൻഭാഗത്തെ ചക്രം ഊരിപ്പോയതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലംകോട് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് വഴിയിൽ കുടുങ്ങിയത്. ബസ് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ, എന്താണ് സംഭവിച്ചത്? നികേഷ്, രാവിലെ 8:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അങ്ങാടിപ്പുറം പാലം പൊതുവെ വീതി കുറഞ്ഞൊരു പാലം കൂടിയാണ്. ഈ പാലത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് കൊല്ലക്കോട് കോഴിക്കോട് റൂട്ടിലോടുന്ന ചെറുപ്പശ്ശേരി വഴി പെരിന്തൽമണ്ണ വഴി കോഴിക്കോട് റൂട്ടിലോടുന്ന രാജപ്രഭ എന്ന ബസിന്റെ മുൻ ചക്രമാണ് ഇത്തരത്തിൽ ഊരിത്തെറിച്ചു പോയത്. തിരിച്ച് ഫിറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതിന്റെ ബെയറിംഗ് അടക്കം തകർന്ന രീതിയിലായിരുന്നു ടയർ ഊരിപ്പോയത്. സ്വാഭാവികമായി പിന്നീട് ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചാണ് ഇപ്പോൾ ഇത് പാലത്തിൽ ബസ് കുടുങ്ങിയതോടെ തന്നെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ്. പൊതുവെ പീക്ക് ഹവേഴ്സിലൊക്കെ തന്നെ വലിയ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് അങ്ങാടിപ്പുറം. ഈ സ്വാഭാവികമായി ബസ് കൂടി പാലത്തിൽ കുടുങ്ങിയതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന വലിയ തോതിൽ സ്തംഭനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പെരിന്തൽമണ്ണ പോലീസും ട്രാഫിക് പോലീസൊക്കെ എത്തിയപ്പോൾ ഗതാഗതം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്തിലൂടെ വാഹനങ്ങളെ വരിവരിയായി കടത്തിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ബസ്സിനെ പാലത്തിൽ നിന്നും വലിച്ചു നീക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.